മര്യാദക്ക് ഒറ്റക്ക് സോളോ ആയിട്ട് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഇൻഡിഗോ സമ്മതിക്കൂല. ഇതിൽ ഏതെടുക്കണ്ടേ? കളേഴ്സ് ഉണ്ട്. ഇനി ബ്ലൂ ആണ് എനിക്ക് ഇതിൽ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. യെസ്, നമ്മൾ 2025 ഫസ്റ്റ് ട്രിപ്പ് പോവുകയാണ് ഗൈസ്. നേരത്തേക്കാന്നുള്ളതെല്ലാം ഞാൻ പിന്നെ പറയാം. അപ്പം എൻ്റെ കൂടെ ഇപ്പോൾ ആദർശില്ല, അച്ചു ഇല്ല. കാര്യം എന്താ വെച്ചാൽ അച്ചുവിന് ബാംഗ്ലൂർ വന്നിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് പോകാനുള്ളൊരു സാവകാശം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ചെറുപടി ട്രിപ്പ് പ്ലാനിങ് ആയിരുന്നു. അതുകൊണ്ട് എന്താ വെച്ചാൽ അച്ചു മംഗലാപുരത്ത് നിന്ന് കയറും, ഞാനിവിടെ ബാംഗ്ലൂരിൽ നിന്ന് കയറും. എന്നിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ വെച്ച് ഒന്നിക്കും. അതാണ് നമ്മളെ പ്ലാൻ. ഇപ്പോൾ ഞാനായിരിക്കും ഫസ്റ്റ് എത്തുക. നമുക്ക് എന്നിട്ട് അച്ഛനെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഒന്നിച്ച് വന്നിട്ടാകുമ്പോൾ ഞാൻ പറയാം ഞാൻ എവിടെയാണെന്നുള്ളത് നമ്മളെന്നുള്ളത്. ഇപ്പോൾ സമയം 8 മണി, 8:30 ഫ്ലൈറ്റ്. പക്ഷെ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ളും ഫോഗാണ്. അപ്പം അതുകൊണ്ട് ഫ്ലൈറ്റ്സ് എല്ലാം ഡിലേ ആയിട്ടുണ്ട്. ഫുൾ കോടമഞ്ഞ് എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പം നോക്കാം എത്ര മണിക്കാണ് ഫ്ലൈറ്റ് വിടാമെന്നൊന്നും അറിയില്ല. അപ്പം എനിവേ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫ്ലൈറ്റ് പിന്നെയും ഡിലേ ആയി. 9:55 പോകേണ്ടത് ഇനി 10:40 ആകുമ്പോൾ 11 മണിക്ക് എത്തേണ്ട ഫ്ലൈറ്റാ. മീൻസ് ആടെ എത്തേണ്ടതാ വീടിന് 8:30 പോയിട്ട്. ഇതിപ്പോൾ ഇവിടെ തന്നെ ബാംഗ്ലൂർ തന്നെ ഉണ്ട്. ന്യൂസിലെല്ലാം കണ്ടിരിക്കാൻ അടിയാക്കുന്നത് ഫ്ലൈറ്റ് ഡിലേ ആയിട്ട്. ഇതിപ്പോൾ ഇവിടെ ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. ആൾക്കാർ തമ്മിൽ ചൂടാകുന്നുണ്ട്. എന്താ എടുക്കാത്ത വണ്ടി എന്നൊക്കെ പറഞ്ഞു. ഇന്നത്തെ ദിവസം ഫുള്ള് പോയ മാതിരിയാണ്. നോക്കാം എന്തെങ്കിലായിട്ട് അവിടെ എത്തുമല്ലോ, അത് മതി. ഇവിടെ ക്ലൈമറ്റിന്റെ പ്രശ്നമാണ്. അപ്പൊ പിന്നെ ഇവരെ അടിയാക്കിയിട്ട് കാര്യമൊന്നുമില്ല. കോട പോവാണ്ട് വണ്ടി എടുക്കാൻ കഴിയില്ല. ഫ്ലൈറ്റ് എടുക്കാൻ കഴിയില്ല. അത് നോക്കാം. അച്ചുവിന്റെ ഫ്ലൈറ്റ് എന്ന് വെച്ചാല് മംഗലാപുരത്ത് നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക്. ഓനിപ്പോ ഇവിടെ ബാംഗ്ലൂർ എത്തി. ഓനിപ്പോ അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് ഇപ്പൊ ഉണ്ട്. ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. എനിക്കൊന്ന് ഓനെ വെയിറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഓനെ കാണാം. പിന്നെ എൻ്റെ റൂംമേറ്റ് മണാലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓളം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ ഈ രാവിലെ പുലർച്ചെ 6:00 എത്തിയതാ. എന്തുകൊണ്ടായിരത്തിനൊന്ന് ഫുള്ള് ബഹളം കേട്ടോ ഇവിടെ. ഞാൻ വേഗം പോട്ടെ, ഇവനെ കാണാൻ കിട്ടുമോന്ന് അറിയില്ല. ഞാനിപ്പോൾ എൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്, ഗേറ്റ് 23. പക്ഷെ ആളെ കാണുന്നില്ല. ഇവനിതിപ്പോൾ എവിടെയാ പോയിട്ടില്ലേ? ഇവൻ ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാണാൻ പറ്റിയിട്ടില്ല. സംഭവം എന്താ വെച്ചാൽ മംഗലാപുരത്ത് നിന്ന് വരുന്ന ഫ്ലൈറ്റ് ഡിലേ ആയി. അപ്പോൾ ഇവിടുന്നുള്ള കളക്ഷൻ ഫ്ലൈറ്റ് ഓനെ കൂട്ടാണ്ട് പോയി. ഇനി കുറച്ച് പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തുനിൽക്കാൻ കഴിയാന്ന് വെച്ചിട്ട് അച്ഛനെ കൂട്ടാണ്ട് ഇവിടുത്തെ ബാംഗ്ലൂരിലുള്ള കണക്ഷൻ ഫ്ലൈറ്റ് പോയി. ഇനിയിപ്പോൾ ഓനെയും കുറച്ച് ഇതുപോലെ ലേറ്റ് ആയിട്ട് വന്ന ഓൻ്റെ ഫ്ലൈറ്റിലുണ്ടായ ബാക്കി പാസഞ്ചേഴ്സിനെല്ലാം കൂടി വേറെ ഏതെങ്കിലും ഫ്ലൈറ്റിലേക്ക് ആഡ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ എൻ്റെ ഫ്ലൈറ്റ് കിട്ടുമോ നോക്കട്ടെ. അതുകൊണ്ട് ഞാൻ തിരിച്ച് എൻ്റെ ഗേറ്റിലേക്ക് നടക്കാം. ഇത് അങ്ങോട്ടും എടുക്കാം ഇങ്ങോട്ടും എടുക്കാം. ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് എൻ്റെ ഓൻ്റെ ഗേറ്റിൽ ദൂരം തമ്മിൽ. അയ്യോ എനിക്ക് മടുത്തു. ഞാനിങ്ങനെ ഇവിടെ ഫ്ലൈറ്റിൽ ഡിലേ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. 1 minute. Tell your name. My name is Mohammed Shah Hussain. I'm from Kolkata. Okay. My flight also delayed. 2 hours. 2 hours. Yeah, 2 hours delay. So we were just talking about YouTube channel and all those things. You can share your Insta ID if you want. My Insta ID is I'm Sharif. You can follow there. Yeah. If you just check out his profile once. മര്യാദക്ക് ഒറ്റക്ക് സോളോ ആയിട്ട് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഇൻഡിഗോ സമ്മതിക്കൂല. അവന് അച്ഛന് എൻ്റെ ഫ്ലൈറ്റിൽ സ്കെഡ്യൂൾ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് തന്നെ പോവുകയാണ്. നമുക്ക് അവനെ വെയിറ്റ് ചെയ്യാം. മംഗലാപുരത്തിന് സമയത്തിന് വരണം, അല്ലാണ്ട് ആടെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് 8:30 പറഞ്ഞേച്ചോ. 8:30 എടുത്ത് പറഞ്ഞേച്ചാണ് മര്യാദക്ക് ഇരുന്ന് ഫ്ലൈറ്റിൽ നിന്ന് വായി നോക്കിയിട്ടെല്ലാം പോവാന്ന് വിചാരിച്ചു. കഥകളൊക്കെ പറയട്ടെ. ഇനി ഈ ഫ്ലൈറ്റ് നമ്മൾ വരണുണ്ടില്ലേ? ഞങ്ങൾക്ക് രണ്ടൊക്കെ അടുത്തടുത്ത് സീറ്റ് കിട്ടിയിട്ടില്ല.
ഞാൻ 37 17 ട്രെയിനിൽ ഫ്ലൈറ്റ് പിന്നെയും ഡിലേ ആയിടും 12 മണി. ഇതെന്താ ഒന്നും പോവാത്ത ഭഗവാൻ. ആസ് പെർ ദ കാൽക്കുലേഷൻ ഇപ്പോൾ നമ്മൾ സ്ഥലത്തെത്തുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും പ്ലേസ് റിവീൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പോകുന്നത് കൊൽക്കത്തക്കാണ്. കൊൽക്കത്ത എന്ന് പറഞ്ഞാൽ അവിടത്തേക്കാണ് പോകുന്നത്. 8:30 കയറിയിട്ട് 11 മണിക്ക് ഞാൻ എത്തുന്നു. 11 മണിക്ക് ഞാൻ എത്തുന്നു. 12:40 ആച്ചു എത്തുന്നു. നമ്മൾ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യുന്നു. എന്താക്കാം പ്ലാൻ? ഇതിപ്പോൾ 12 മണിയായിട്ടും ഫ്ലൈറ്റ് സ്റ്റിൽ ഇൻ ബാംഗ്ലൂർ പോയിട്ടില്ല. ഇനി അപ്പം എത്തിയിട്ട് അപ്പം റൂമിൽ പോകാനും ഇന്നത്തെ ദിവസം ഫുള്ള് പോയ മാതിരി. ഫ്ലൈറ്റിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എടുത്ത വാഷ്റൂം കാണിച്ചു തരാം, പ്ലെയിനിൻ്റെ അകത്തുള്ള. അപ്പോൾ ഇതാണ് എടുത്ത വാഷ്റൂം. ഭയങ്കര കുഞ്ഞു വാഷ്റൂം. അതെ കണ്ടോ, ഒരാൾക്ക് നിൽക്കേണ്ട അത്ര സ്പേസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച പേപ്പർ മാത്രമാണ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട്, കൊൽക്കത്ത. നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഉബർ ബുക്ക് ചെയ്യാം. സന്ധ്യയായിടും. ഇപ്പോൾ സമയം ഏകദേശം 5 മണി ആയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിക്കണം അത്ര. ഇനി അപ്പം ഞാൻ അതിന് മുന്നേ റൂം ടൂർ കാണിച്ചത്. ടൂർ കാണിക്കാനല്ല, പക്ഷെ സാധാ റൂം. അവിടെ ഒരു വാഷ്റൂം ഉണ്ട്, TV, ബേസിക് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു റൂമാണ്. അയ്യോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ വയറൊക്കെ നിറച്ചു. അപ്പൊ ഇനി നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയാൽ ആദ്യം ഫുള്ളൊന്ന് കറങ്ങും, വെറുതെ ഒരു നടക്കൽ. അപ്പൊ അങ്ങനെ നടക്കാൻ തീരുമാനിച്ചു. പിന്നെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. സാരില്ലാന്ന് തോന്നുന്നു, ഇന്നൊരു ദിവസത്തേക്കല്ലേ. അപ്പൊ ഞങ്ങൾ നിന്ന ഹോട്ടലിൽ ഉള്ളത് ന്യൂ മാർക്കറ്റിന്റെ അകത്താണ്. അതുകൊണ്ട് ചുറ്റും മാർക്കറ്റ്സ് ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ചതും കാണിച്ചു തരാം. ഈ സ്ട്രീറ്റ് ഫുള്ള് ഡ്രസ്സിൻ്റെതാ. അപ്പുറത്ത് ഫുള്ള് കമ്മല്, മാല, അതുപോലത്തെ സാധനം. പൈസ എങ്ങനെയാണോ എന്തോ, നല്ല കളക്ഷൻ ഉണ്ട്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ എനിക്ക് ഇത്ര കളക്ഷൻ ഉണ്ടെന്ന് തോന്നിയിട്ടില്ല കേട്ടോ. ഭയങ്കര രസമാണ്.
ഇവിടെ എത്തുമ്പോഴേ കുറെ ഫുഡിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. വാവ്, നല്ല ആളാണ്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഒടുക്കത്തെ ആള്. അതിന്റെ ഇടയിൽ ഒരാൾ വണ്ടിയും കൊണ്ടുവരുന്നത് കഷ്ടാലോചിച്ചിട്ട്. ഗ്രീന് ये कितने का होगा? ये भी 150 का ही है। सारा 150 का। ओ चाहिए बदल लो। ഞാനില്ലേ ഇതെടുത്താലോ ഇങ്ങനെ വിചാരിക്കാം. ഡ്രസ്സില്ല പച്ച കളറ്, പക്ഷെ ഇതെടുക്കണം. ഇതിൽ ഏതെടുക്കണ്ടേ? എന്റെ ഡ്രസ്സിന്റെ കളറാ ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ആ സെറ്റില്ലേ 150ക്ക് ഭയങ്കര ലാഭമാണ്, നല്ല ക്വാളിറ്റി. അതെ, പിന്നെ അത്രയും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. നല്ല ക്വാളിറ്റി, നല്ല സാധനം. ഇവിടെ ഫുള്ള് ബാഗിന്റെ സെക്ഷൻ ആണെന്ന് തോന്നുന്നത്. ഒരു കണക്കിന് നല്ലതാ ഇങ്ങനെ മീൻസ് ഒരു ഏരിയ മൊത്തം ഒരു ഐറ്റം എന്നുള്ള രീതിയിൽ വെക്കുന്നത് നല്ലതാ. നമുക്ക് ആ ഏരിയ മൊത്തം പോയാൽ മതി. ഞാനിപ്പോ ഫസ്റ്റ് ഡേ വന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒന്നും വാങ്ങുന്നില്ല. നമുക്ക് ലാസ്റ്റ് ദിവസം കാര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ പോട്ടെ. പക്ഷെ എനിക്കൊന്ന് നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും. ഡ്രസ്സിന്റെ പ്രൈസ് ഇപ്പൊ ചോദിക്കണം, ഞാൻ വാങ്ങുന്നില്ല. അതാ ഞാൻ ചോദിക്കാൻ ഒരു മടി എനിക്ക്. ഇവിടെ നല്ല ഓക്സിഡൈസ് ജ്വല്ലറീസ് ഉണ്ട്, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. എന്താ കളക്ഷൻ നോക്ക്. കലവറ. കലവറ ഞാൻ സെലക്ട് ചെയ്യട്ടെ. പിടിച്ചോ. പൊങ്കറ മാതിരി ഉണ്ടാ? എനിക്ക് ഇങ്ങനത്തെ ഓക്സിഡൈസ് ചേരൂലേ? സാധനം കൊള്ളാം, എനിക്ക് ഇഷ്ടായി. പക്ഷെ വേണ്ട. ഇതിന് 200 അവര് പറയുന്നത്. 200 നോട്ട് ബാഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഉള്ളത് ന്യൂ മാർക്കറ്റിലാണ്. ഇത് ഭയങ്കര വലിയ മാർക്കറ്റ്. ഇത് ഇങ്ങോട്ടും ഉണ്ട്, പിന്നെ അത് ഇങ്ങോട്ടും ഉണ്ട്, ഇങ്ങോട്ടും. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. പക്ഷെ നല്ല കളക്ഷൻ ഉണ്ട്, നല്ല വിലക്കുറവ്. അത് കമ്മലിന് പിന്നെല്ലാം നമ്മളെ ഇപ്പൊ ഇൻസ്റ്റയില് എനിക്ക് ഒന്നും അറിയോ, ഇൻസ്റ്റയിലുള്ളവരെല്ലാം ഇങ്ങനത്തെ സ്ഥലത്ത് നിന്ന് വാങ്ങിയിട്ട് നല്ല വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇടുന്നതാണ്. കാരണം അത്രയും നല്ല വിലക്കുറവുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഓക്സിഡൈസ് ജ്വല്ലറീസ്, പിന്നെ കമ്മല്, ആ മറ്റേ കുന്തൻ ജ്വല്ലേഴ്സ് ഇല്ലേ, അതിന്റെ ഭയങ്കര കളക്ഷൻ ഉണ്ട്. നമുക്ക് എന്ത് കളർഫുള്ളാ. ഫുള്ള് കളേഴ്സാണ്, എല്ലാ കളേഴ്സും ഉണ്ട്. ഈ ബ്ലൂ ആണ് എനിക്ക് ഇതിൽ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഞാൻ മേടിച്ചല്ലേ ഈ കമ്മല് മേടിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് വാങ്ങേണ്ട അവസ്ഥ. കാരണം എനിക്ക് ഏതാ മാച്ച് ആവുന്നതിന് ഒരു പിടുത്തമില്ല, എല്ലാ കളേഴ്സും വാങ്ങേണ്ടി വരും. നമ്മ ഏകദേശം ഒരു ഹാഫ് പോർഷൻസ് ഇപ്പൊ ജസ്റ്റ് വെറുതെ നടന്നു നോക്കി. കിഡിലൻ കളക്ഷൻസ് ഉണ്ട്, കിഡിലോസ്കി. പിന്നെ എല്ലായിടത്തും വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്ത. പക്ഷെ നല്ല രസമുണ്ട്. എനിക്കിങ്ങനെ നമ്മളിപ്പോ കൊറേ ഫുഡ് ഉണ്ടാക്കി അല്ലെങ്കിൽ കൊറേ ഫുഡ് കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അതുമാതിരി കൊറേ കാണുമ്പോ ഒന്നും തിരിയുന്നില്ല, എന്താക്കണം, എടുക്കണോ വേണ്ട. പിന്നെ നേരത്തെ പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ കളർഫുൾ കുന്തൻ ഇതായിരുന്നു. എന്താ കമ്മല്,
അയ്യോ എന്ത് രസമെല്ലാം കാണാൻ. എല്ലാത്തിനും 150-100 ആ ഒരു റേഞ്ചേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഏത് കളർ എടുക്കണം, ഏത് ഡ്രസ്സ് എടുക്കണം അങ്ങനെ ഒന്നും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പൊന്നും വാങ്ങിയില്ല. ഇവിടെ പ്രശ്നം ഇതാ. അപ്പൊ നമ്മ ഇപ്പൊ നേരെ റൂമിലേക്ക് തിരിച്ചു പോവാണ്. ഞങ്ങൾ ഈ കൊൽക്കത്ത ട്രിപ്പ് ഒരു പ്ലാനും ഇല്ലാണ്ട് വന്നൊരു ട്രിപ്പാണ്. ആകെ ബുക്ക് ചെയ്തത് ഹോട്ടൽ റൂമും പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം. ബാക്കി ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഭയങ്കര ബിസി ആയിരുന്നു, രണ്ടാളും വർക്കിൽ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോഴാണ് ഈ രാത്രിയാ വന്നന്ന് രാത്രിയാണ് നമ്മ ഇനി 3 ദിവസം നമ്മൾ എവിടെയാ പോവാ, ഓരോരോ ദിവസം എവിടെയെല്ലാം പോകണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഐറ്റിനറി പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്താ വെച്ചാൽ ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് വേണ്ട. അതായത് രാവിലെ എണീക്കുന്നു, ഇന്ന സ്ഥലത്ത് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അങ്ങനെ ഒരു ഫുള്ളായിട്ട് പ്ലാൻ ചെയ്യാണ്ട് നമുക്ക് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്യാം. 3 ദിവസം ഉണ്ട്. അപ്പോൾ എല്ലാ സ്ഥലം വിസിറ്റ് ചെയ്യാൻ നോക്കാണ്ട് നമുക്ക് കുറച്ച് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക. പിന്നെ കുറച്ച് റിലാക്സ്ഡ് ആയി കൊൽക്കത്തയിലെ ലൈറ്റ്സ് ഒക്കെ കണ്ട് ആൾക്കാരെ അങ്ങനെ ഒരു കംപ്ലീറ്റ് റിലാക്സ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് മതി നമുക്ക് എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ടാണ് നമ്മൾ ഐറ്റിനറി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കൊൽക്കത്ത ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേയിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇനി വരും വ്ളോഗ്സിൽ നമുക്ക് കുറച്ചും കൂടി കൊൽക്കത്തയിലെ സ്ഥലങ്ങളും അടുത്ത കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കൊൽക്കത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുവരേക്കും ബൈ.